ഹലോ കിഡ്സ്. അപ്പോൾ നമ്മളിന്ന് സപ്ലിമെൻ്ററി ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദ ഷെപ്പേർഡ് ട്രഷർ. ഷെപ്പേർഡ് എന്ന് വെച്ചാൽ ഈ ആട്ടിടയൻ എന്ന് പറയില്ല, ആടിനെ മേയ്ക്കുന്ന ആൾ, അതിനെയാണ് ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ദ ഷെപ്പേർഡ് ട്രഷർ. ഇൻ എ വില്ലേജ് ഇൻ ഇറാൻ ദർ വൺസ് ലീവ്ഡ് എ ഷെപ്പേർഡ്. അതായത് ഇറാനിലെ ഒരു വില്ലേജിൽ ഒരു ആട്ടിടയൻ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി പുവർ. അവൻ വളരെ ദരിദ്രനായിരുന്നു. ഹി ഡിഡിൻ ഹാവ് ഈവൻ എ സ്മോൾ കോട്ടേജ് ഓഫ് ഹിസ് ഓൺ. അവന് സ്വന്തമായ ഒരു ചെറിയ കോട്ടേജ്, ഒരു ചെറിയ മുറി പോലും ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ ഓർ ലേൺഡ് ടു റീഡ് ആൻഡ് റൈറ്റ്. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവന് വായിക്കാനും എഴുതാനും അറിയില്ലായിരുന്നു. ഫോർ ദെയർ വെയർ വെരി ഫ്യൂ സ്കൂൾസ് ഇൻ ദോസ് ഡേയ്സ്. അവിടെ ആ സമയത്തൊക്കെ കുറച്ച് സ്കൂളുകളേ ഉണ്ടായിരുന്നുള്ളൂ. തോ പുവർ ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ദി ഷെപ്പേർഡ് വാസ് വെരി വൈസ്. അവൻ പഠിച്ചിട്ടില്ലായെങ്കിലും ദരിദ്രനായിരുന്നെങ്കിലും അവൻ വളരെ വലിയ വയസ്സായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ പക്വതയാർന്നെന്ന് പറയില്ലേ, പക്വതയുള്ളവനായിരുന്നു. ദരിദ്രനായിരുന്നെങ്കിലും പൈസ ഇല്ല, പഠിച്ചിട്ടില്ലായെങ്കിലും അവൻ നല്ല പക്വതയുള്ളവനായിരുന്നു. ഈ അണ്ടർസ്റ്റാൻഡ്സ് പീപ്പിൾ സോറോസ് ആൻഡ് ട്രബിൾസ്. അവൻ ആൾക്കാരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കിയിരുന്നു. ആൻഡ് ഹെൽപ്പ് ദം ഫേസ് ദെയർ പ്രോബ്ലംസ് വിത്ത് കറേജ് ആൻഡ് കോമൺ സെൻസ്. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ധൈര്യത്തോടു കൂടിയും കോമൺ സെൻസ്, അതായത് ധൈര്യത്തോടു കൂടിയും ബുദ്ധി ഉപയോഗിച്ചും പ്രശ്നങ്ങൾ തീർക്കാൻ അവരവരെ സഹായിച്ചു. മെനി പീപ്പിൾ കെയിം ടു സീ ഹിം ഫോർ അഡ്വൈസ്. അവനെ കാണാൻ അവൻ്റെ സഹായം തേടി കുറേയധികം ആളുകൾ വരുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്ത്. സൂൺ ഹി ബിക്കെയിം ഫേമസ് ഫോർ ഹിസ് വിസ്ഡം ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ പക്വതയാർന്ന സ്വഭാവവും അവൻ്റെ മര്യാദ കാരണവും ശ്രദ്ധയാകർഷിച്ചു. The king of that country heard about him and thought of meeting him. ആ നാടിൻ്റെ രാജാവ് ഇവനെപ്പറ്റി കേൾക്കുകയും ഇവനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. Disguised as a shepherd and riding on a mule, one day the king came to the cave where the wise. അതായത് നാട്ടിലെ രാജാവ് ഈ മ്യൂളെന്ന് വെച്ചാൽ ഈ കുതിരക്കും കഴുതക്കും കൂടിയാണ്. അതായത് ഒരു ആൺകുതിര ഒരു പെൺ കഴുതക്കും ഉണ്ടാകുന്ന കുട്ടീനെയാണ് ഈ മ്യൂളെന്ന് പറയുന്നത്. അങ്ങനെ ആ രാജാവ് ഒരു ഷെപ്പേർഡിനെ പോലെ എന്ന് വെച്ചാൽ അതായത് ആടിനെ മേയ്ക്കുന്ന ആളെ പോലെ ഈ മ്യൂളിൻ്റെ പുറത്ത് ഇവനെ കാണാൻ വന്നു. അവൻ്റെ കേവിൻ്റെലോട്ട് വന്നു. As soon as the shepherd saw the traveler coming towards the cave, he rose to welcome him. ആ ഷെപ്പേർഡ്, അതായത് ആ ആടിനെ മേയ്ക്കുന്ന ആൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ വൈസ് മാൻ, അതായത് ഈ ഇവിടെ താമസിക്കുന്ന ഇയാൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. ഹി ടുക്ക് ദ ടയേർഡ് ട്രാവലർ ഇൻസൈഡ് ദ കേവ്. അതായത് അവൻ ആ യാത്രയിൽ ക്ഷീണിച്ചിരുന്ന ആ ട്രാവലറിനെ അവൻ്റെ കേവ്, അതായത് അവൻ്റെ താമസിക്കുന്ന ഗുഹേൻ്റെ ഉള്ളിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഗേവ് ഹിം വാട്ടർ ടു ഡ്രിങ്ക് ആൻഡ് ഷെയർ ഓഫ് ഹിസ് ഓൺ മെർജ് മീൽ. അതായത് അവർ കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളവും ആ യാത്രക്കാരുടെ അവൻ നൽകി. ദ കിങ് റെസ്റ്റഡ് ഫോർ ദ നൈറ്റ് ഇൻ ദ കേവ് ആൻഡ് വാസ് ഗ്രേറ്റ്ലി ഇംപ്രസ്ഡ് ബൈ ദ ഷെപ്പേർഡ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് വൈസ് കോൺവെർസേഷൻ. ആ രാജാവ് അന്നത്തെ ദിവസം രാത്രി അവിടെ തങ്ങി. എന്നിട്ട് തങ്ങിയ ശേഷം പിന്നെ ആ രാജാവിന് അവൻ്റെ പെരുമാറ്റവും രാജാവിന് ചെയ്തു കൊടുത്തത് വെള്ളം കൊടുത്തു, അങ്ങനെ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർത്ത് രാജാവ് ഒന്ന് ഇംപ്രസ്സായി. Though still tired, the king decided to depart the next morning. അവശനായിരുന്നെങ്കിലും പക്ഷേ ആ രാജാവ് പിറ്റേ ദിവസം രാവിലെ തന്നെ പോകാനായിട്ട് നിർബന്ധം കാണിച്ചു. He said, "Many thanks for your kindness to a poor traveler." അതായത് ആ രാജാവ് പറഞ്ഞു, വളരെയധികം നന്ദിയുണ്ട്, അതായത് എന്നെപ്പോലെ ദരിദ്രനായൊരു യാത്രക്കാരനെ സ്വീകരിച്ചതിന് നന്ദിയുണ്ടെന്ന് ആ രാജാവ് പറഞ്ഞു. I have a long way to go. എനിക്ക് വളരെ ദൂരം പോകാനുണ്ട്. Permit me to leave. എന്നെ പോകാൻ അനുവദിക്കുക. Looking straight into the eyes of his guest, the shepherd replied, "Thank you, your majesty, for paying me the compliment of a visit." അവൻ ആ യാത്രക്കാരൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി പറഞ്ഞു, നന്ദിയുണ്ട് എൻ്റെ രാജാവെ, എന്നെ കാണാൻ ഇവിടത്തോളം വന്നതിന്. അതായത് ആ ആടിനെ വയ്ക്കുന്ന ആൾക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം. ഇത് വന്നിരിക്കുന്നത് വെറും ഒരു യാത്രക്കാരനല്ല, രാജാവാണ്. ദ കിങ് വാസ് അസ്റ്റോണിഷ്ഡ് ആസ് വെൽ ആസ് പ്ലീസ്ഡ്. ആ കിങ് വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിന് സന്തോഷമായി, അതുപോലെ തന്നെ കിങ് അത്ഭുതപ്പെട്ടും പോയി, ഈ ഷെപ്പേർഡ് രാജാവാണെന്ന് മനസ്സിലാക്കിയതല്ലോ എന്നോർത്ത്.
ഹീ ഈസ് ഇൻഡീഡ് വൈസ്. അവൻ വളരെയധികം അവൻ വളരെയധികം അവൻ്റെ ആ പക്വതയാകുന്ന സ്വഭാവം ആ രാജാവിനെ വളരെയധികം ആകർഷിച്ചു. ഈ തോട്ട് ഓഫ് ഹിംസെൽഫ്, അതായത് ആ രാജാവിനോട് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഐ നീഡ് പീപ്പിൾ ലൈക്ക് ഹിം ടു വർക്ക് ഫോർ മീ. എനിക്ക് ഇവനെപ്പോലത്തെ ആൾക്കാർ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേണം. ആൻഡ് ദ കിങ് അപ്പോയിൻറ്റഡ് ദിസ് ഹംബിൾ ഷെപ്പേർഡ് ദ ഗവർണർ ഓഫ് എ സ്മോൾ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഈ ഷെപ്പേർഡിനെ ഒരു ചെറിയ ജില്ലയുടെ ഭരണാധികാരിയാക്കി. ഓൾദോ ഹീ റോസ് ടു പവർ ആൻഡ് ഡിഗ്നിറ്റി, ദ ഷെപ്പേർഡ് റിമൈൻഡ് ആസ് ഹംബിൾ ആസ് എവർ. ഈ ഷെപ്പേർഡിന് ഇപ്പോൾ പേരും പ്രസിദ്ധിയൊക്കെ കിട്ടിയെങ്കിലും ഈ ഷെപ്പേർഡ് എപ്പോഴും ഒരു മര്യാദക്കെന്ന് വെച്ചാൽ ഒരു ഹംബിൾ നേച്ചറിൽ നിന്നു. ഹംബിളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഹംബിളെന്ന് വെച്ചാൽ വളരെ താഴ്ന്ന രീതിയിൽ ഒരു നല്ല സ്വഭാവത്തോടു കൂടി എപ്പോഴും നടന്നു. അതായത് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഈ അധികാരം കിട്ടിയപ്പോഴും ഈ ഷെപ്പേർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പീപ്പിൾ ലവ്ഡ് ആൻഡ് ഹോണേഡ് ഹിം ഫോർ ഹിസ് വിസ്ഡം, സിമ്പത്തി ആൻഡ് ഗുഡ്നെസ്. അവൻ ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവും അവൻ്റെ നല്ല കാര്യങ്ങളും അവൻ്റെ അറിവും ആൾക്കാരെ അവനിലേക്ക് ആകർഷിച്ചു. ഹി വാസ് കൈൻഡ് ആൻഡ് ജസ്റ്റ് ടു വൺ ആൻഡ് ഓൾ. അതായത് അവൻ എല്ലായിടത്തും ഭയങ്കര നല്ലതായിരുന്നു. ഒന്നെന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും 100 പേരുണ്ടെങ്കിൽ ആ 100 പേരുടെ അടുത്തും അവൻ നല്ലപോലെ നിന്നു. ഹിസ് ഫെയിം ആസ് എ ഫെയർ ആൻഡ് വൈസ് ഗവർണർ സൂൺ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അതായത് അവൻ്റെ നല്ല പേരുകൾ അവൻ ഇത്ര നല്ലതായിരുന്നു അവൻ്റെ പേര് ആ രാജ്യം മൊത്തവും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകാൻ തുടങ്ങി. Now the governors of the other provinces grew terribly jealous of him and began to talk to the king against him. അപ്പോൾ എന്തു പറ്റി? ഇവൻ്റെ പേര് എല്ലാം ഇങ്ങനെ സ്പ്രെഡായി തുടങ്ങിയതോടെ, നല്ല ഗവർണർ എന്നുള്ള പേര് സ്പ്രെഡായി തുടങ്ങിയതോടെ വേറെ ജില്ലകളിലെ ഗവർണേഴ്സ് രാജാവിൻ്റെ അടുത്ത് ഇവനെപ്പറ്റി മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. They said he is very dishonest and keeps for himself part of the money that he collects as tax from the people. അതായത് അവർ പറഞ്ഞു ഇവൻ വളരെ ഡിസോണസ്റ്റാണ്. ഡിസോണസ്റ്റ് എന്ന് വെച്ചാൽ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ടാക്സായിട്ട് പിരിക്കുന്ന പൈസയുടെ ഒരു പങ്ക് ഇവനെപ്പോഴും ഇവൻ്റെ കയ്യിൽ തന്നെ വെക്കും. അവൻ മുഴുവൻ രാജാവിന് കൊടുക്കില്ല എന്ന് അവർ അങ്ങനെ പറഞ്ഞു രാജാവിൻ്റെ അടുത്ത്. Why did he always carry with him they added an iron chest. അതായത് ഇവർ പറഞ്ഞു ഇവനെ എന്തിനാണ് എപ്പോഴും ഒരു അയൺ ചെസ്റ്റിന് ചെറിയ പെട്ടി, ഇരുമ്പോണ്ടുണ്ടാക്കിയ ഒരു പെട്ടി, ഈ ഇരുമ്പോണ്ടുണ്ടാക്കിയ പെട്ടി എന്തിനാണ് ഇവനെപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നതെന്ന് ഇവർ രാജാവിൻ്റെ അടുത്ത് ചോദിച്ചു. Perhaps he carried it in the treasure that he secretly collected. ചിലപ്പോൾ അവൻ അതായത് കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ഒരു പങ്ക് ഇവൻ എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ആ പങ്ക് ചിലപ്പോൾ ഇവൻ ആ അയൺ ബോക്സിലായിരിക്കും വെക്കുന്നതെന്ന് ഇവർ പറഞ്ഞു. After all, they said mockingly, he was an ordinary shepherd and would behave no better. അവർ പറഞ്ഞു എന്നിരുന്നാലും ഇവനൊരു ഷെപ്പേർഡ് ആയിരുന്നില്ലേ, അതായത് ആടിനെ മേയ്ക്കുന്നവനായിരുന്നില്ലേ, അപ്പോൾ ഇവന് ഇതിൽ കൂടുതൽ മര്യാദക്ക് പെരുമാറാനായിരുന്നില്ല, അല്ലെങ്കിൽ നല്ലപോലെ നടക്കാൻ അറിയില്ല എന്ന് അവർ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ വേറെ ഡിസ്ട്രിക്ട്സിൻ്റെയൊക്കെ ഗവർണേഴ്സ് വന്ന് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. അറ്റ് ഫസ്റ്റ് ദ കിങ് ഡിഡ്ന്റ് പേ അറ്റൻഷൻ ടു ദീസ് റിപ്പോർട്ട്സ്. ആദ്യമൊക്കെ രാജാവ് ഈ റിപ്പോർട്ട്സിനെ കേട്ടില്ല. ആ രാജാവ് ഇതൊക്കെ കള്ളമാണെന്ന് തന്നെ വിശ്വസിച്ചു. ബട്ട് ഹൗ ലോങ് കുഡ് ഹി ഇഗ്നോർ ദീസ് ഗവർണേഴ്സ് ആൻഡ് ദെയർ എൻലെസ് സ്റ്റോറീസ് അബൌട്ട് ദ ഷെപ്പേർഡ്. പക്ഷേ എത്ര നാൾ രാജാവിന് ഈ ഗവർണർ പറയുന്ന കാര്യമൊക്കെ കള്ളമാണെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റും? വൺ തിങ് വാസ് സർട്ടൻ, ദ കിങ് ഡിസ്കവേർഡ്. ഒരു കാര്യം ഉറപ്പായിരുന്നു, ആ രാജാവ് കണ്ടുപിടിച്ചു. ഒരു കാര്യം എന്തായാലും ഉറപ്പായിരുന്നു. The king discovered the new governor did carry an iron chest with him all the time. അതായത് ഒരു കാര്യം രാജാവ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ പുതിയ ഗവർണർ, അതായത് ഈ ഷെപ്പേർഡ്, അവൻ്റെ കൂടെ വേറെ ഗവർണർ പറഞ്ഞ പോലെ അയണിൻ്റെ പെട്ടിയിലെ അയൺ ചെസ്റ്റ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് രാജാവ് ശ്രദ്ധിച്ചു. സോ വൺ ഡേ ദ ന്യൂ ഗവർണർ വാസ് സമൺ ടു ദ പാലസ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ പുതിയ ഷെപ്പേർഡായിട്ടുള്ള ഈ ഗവർണറിനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. He came riding on his camel, and to everyone's delight, the famous iron chest was there, fastened securely behind him on the camel's back. അതായത് ഇവൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി വന്നു. എന്നിട്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ തന്നെ
ഫേമസ് ആയിട്ടുള്ള ആ അയണിൻ്റെ പെട്ടി, ആ ഇരുമ്പിൻ്റെ പെട്ടി അവനവൻ്റെ ക്യാമലിൻ്റെ പുറത്ത് കെട്ടിയിട്ടുകൊണ്ടാണ് അന്ന് തന്നെ വന്നത്. നൗ ദ കിങ് വാസ് ആംഗ്രി. ഇപ്പോൾ രാജാവ് വളരെ ദേഷ്യപ്പെട്ടിരുന്നു. അതായത് ഈ അയൺ ചെസ്റ്റ് കണ്ടപ്പോൾ തന്നെ രാജാവിന് ഭയങ്കര ദേഷ്യം തോന്നി. ഹി തണ്ടേഡ്, അതായത് ഭയങ്കര ഉച്ചത്തിൽ പറഞ്ഞു, വൈ ഡു യു ഓൾവേസ് ക്യാരി ദാറ്റ് അയൺ ചെസ്റ്റ് വിത്ത് യു? എന്തിനാണ് നിങ്ങൾ എപ്പോഴും ആ ഇരുമ്പിൻ്റെ പെട്ടി കൂടെ കൊണ്ടു നടക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? ദ ഗവർണർ സ്മൈൽഡ്. ആ ഗവർണർ സ്മൈൽ ചെയ്തു. ഹി ആസ്ക്ഡ് ഹിസ് സർവൻറ്റ് ടു ബ്രിങ് ഇൻ ദ ചെസ്റ്റ്. രാജാവിൻ്റെ സർവൻസിനോട് ആ ഇരുമ്പ് പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഹൗ ഈഗർലി ദ പീപ്പിൾ സ്റ്റാൻഡിങ് അറൗണ്ട് വെയിറ്റഡ് ഫോർ ദ ഷെപ്പേർഡ് ടു ബി ഫൗണ്ട് ഔട്ട്. അതായത് രാജാവിൻ്റെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ അതർ ഗവർണേഴ്സാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. ആ അതർ ഗവർണേഴ്സ് നോക്കി നിൽക്കുകയായിരുന്നു ആ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട്. But how great was their astonishment and even of the king in himself when the chest was opened. അതായത് ആ ചെസ്റ്റ് തുറന്നപ്പോൾ തന്നെ രാജാവും ബാക്കിയുള്ളവർ അതിശയിച്ചു പോയി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടു. No gold or silver or jewels, but an old blanket was all that came out. അതിൽ സ്വർണവും വെള്ളിയും വേറെ ജ്വല്ലറികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലാകെയുള്ളത് പഴയൊരു ബ്ലാങ്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പഴയ പുതപ്പ് മാത്രമായിരുന്നു ആ പെട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. Hold it up proudly, the shepherd said. This, my dear master, is my only treasure. I always carry it with me. അത് എടുത്തിട്ട് ആ ഷെപ്പേർഡ് പറഞ്ഞു, വളരെ അഭിമാനത്തോടുകൂടി ആ ഷെപ്പേർഡ് പറഞ്ഞു, ഇതാണ് രാജാവേ എൻ്റെ ആകെയുള്ളൊരു നിധി, ഞാനിത് എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കും. ബട്ട് വൈ ഡു യു ക്യാരി സച്ച് ആൻ ഓർഡിനറി ബ്ലാങ്കറ്റ് വിത്ത് യു? ഇപ്പോൾ രാജാവ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര പഴയ ഈ പുതപ്പ് കൂടെ കൊണ്ട് നടക്കുന്നത്? ഷുവർലി യു ആർ ദ ഗവർണർ ഓഫ് എ ഡിസ്ട്രിക്ട്, ദ കിങ് ആസ്ക്ഡ്. നിങ്ങൾ എന്തായാലും ഒരു നഗരത്തിൻ്റെ ഗവർണറല്ല, അപ്പോൾ എന്തിനാണ് ഇത്ര പഴയ ബ്ലാങ്കറ്റ് കൊണ്ട് നടക്കുന്നത്? രാജാവ് ചോദിച്ചു. To which the shepherd replied with quiet dignity, this blanket is my oldest friend. അതായത് ആ ഷെപ്പേർഡ് അതിന് വളരെ നല്ല രീതിയിലൊരു റിപ്ലൈ കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലാങ്കറ്റ് എൻ്റെ വളരെ കാലം പഴക്കമുള്ളൊരു സുഹൃത്താണ്. ഇറ്റ് വിൽ സ്റ്റിൽ പ്രൊട്ടക്ട് മീ ഇഫ് അറ്റ് എനി ടൈം യുവർ മാജസ്റ്റി ഷുഡ് വിഷ് ടു ടേക്ക് അവേ മൈ ക്ലോക്സ്. അതായത് ഈ രാജാവിനെ എപ്പോൾ തോന്നിയാലും ഈ ഗവർണറെ പിരിച്ചുവിടുമല്ലോ. അപ്പോൾ ഈ ഗവർണറിനെ ഇപ്പോൾ പിരിച്ചുവിട്ടാലും ഈ ഗവർണറിൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഈ ബ്ലാങ്കറ്റ് മാത്രമായിരിക്കും എന്ന് രാജാവിൻ്റെ അടുത്ത് ഈ ഷെപ്പേർഡ് പറഞ്ഞു. How pleased the king was, and how embraced the jealous governors became to hear the wise man's reply. ആ രാജാവിന് വളരെയധികം സന്തോഷമായി. പക്ഷേ ആ പറഞ്ഞു കൊടുത്ത ഗവർണേഴ്സില്ല, അവർ ഭയങ്കരമായിട്ടും ലജ്ജിതരുമായി എല്ലാമായി. അവർ ശരിക്കും നാണം കിട്ടും പറഞ്ഞു കൊടുത്ത. അതായത് ഈ ഷെപ്പേർഡ് പറഞ്ഞ റിപ്ലൈ കേട്ടിട്ട് അവരെല്ലാവരും ലജ്ജിച്ച് തന്നെ പോയി. Now they knew that the shepherd was indeed the humblest and wisest man in the land. അതായത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ആട്ടിടയനാണ് ഈ അവരുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ളതും മാത്രമല്ല ഹംബ്ലസ്ഡ് ആയിട്ടെന്ന് വെച്ചാൽ വളരെ താഴ്ന്ന് കുലീനതയോട് കൂടി ജീവിക്കുന്ന ഒരാളെ അവരുടെ രാജ്യത്തെ ഈ ഷെപ്പേർഡാണെന്ന് അവർക്ക് മനസ്സിലായി. ദ കിങ് മെയ്ഡ് ഹിം ദ ഗവർണർ ഓഫ് എ മച്ച് ബിഗർ ഡിസ്ട്രിക്ട് ദാറ്റ് വെരി ഡേ. അന്ന് തന്നെ ആ രാജാവ് ആ ഷെപ്പേർഡിനെ കുറച്ചും കൂടി വലിയൊരു ജില്ലയുടെ ഭരണാധികാരിയാക്കി മാറ്റി. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ബൈ.